ഇവളാരാ? ഇവള് കൊണ്ടുവന്നതാണോ? കൊണ്ടുവന്നത് ഇവളൊക്കെ തന്നെയാ. പേര് മീനാക്ഷി. നിന്റെ അനുജത്തിയുടെ മകളാണ്. മോളെ, വാ, അടുത്ത് വാ. നിന്റെ വല്യമ്മയാ ഞാൻ. വാ. മീനാക്ഷി, എന്റെ മാധുരിയുടെ മോളാ നീ. എന്റെ സ്വന്തം മോള്. വല്യമ്മയ്ക്ക് നിന്നെ വലിയ ഇഷ്ടാ. മോളെ കാണാൻ വല്യമ്മ ഇടയ്ക്കിടയ്ക്ക് വരാം. എന്താവശ്യം ഉണ്ടെങ്കിലും ആ നിമിഷം വല്യമ്മയെ വിളിക്കണം. എന്റെ അച്ഛനോടൊപ്പം 2 ദിവസം ചെലവഴിക്കാനാ ഞാൻ വന്നത്. ഇനി എന്തായാലും നിൽക്കുന്നില്ല, ഞാൻ പോന്നു. എന്താ മോളെ ഇത്? നീ വാശി പിടിക്കാതെ കയറി വാ. എന്തിന്? എന്റെ അനിയത്തിയെ നീചമായി കൊന്ന ഇവളോടൊപ്പം ഉല്ലസിക്കാനോ? ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. നീ വെറുതെ നന്ദിനിയെ തെറ്റിദ്ധരിച്ചിരിക്കുക. നന്ദിനി നിരപരാധിയാ. എല്ലാം ഞാൻ വിശദമായി പറയാം. എനിക്കൊന്നും കേക്കണ്ട. ചില ലക്ഷ്യങ്ങളോടെയാ ഈ ഇന്ദ്രജ ദുബായ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറിയത്. ആ ലക്ഷ്യം എത്രയും പെട്ടെന്ന് നടപ്പാക്കാനാ ഇനി എന്റെ ശ്രമം. പലരുടെയും തലകള് ഈ മണ്ണിൽ വീണ് ഉരുളും. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിയമം എതിരായിരിക്കും. പക്ഷേ ഇതിനൊരു പ്രതി പോലും ഉണ്ടായിരിക്കില്ല. വൈശാഖ്. ഹലോ മൈഥിലി, വീട്ടിലെത്തിയപ്പോൾ ആർക്കൊരു സംശയം തോന്നിയില്ലല്ലോ? ഭാഗ്യത്തിന് ആരും കണ്ടില്ല. എന്നാലും വലിയൊരു ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഓർക്കുമ്പോ തന്നെ ഞെട്ടിപ്പോവാ. പേടിക്കൊന്നും വേണ്ട. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാ. അന്നെന്തായാലും എല്ലാവരും അറിയുമല്ലോ. ഇതൊക്കെ നേരത്തെ ആവേണ്ടതായിരുന്നു. വൈകും തോറും റിസ്ക് കൂടുവാ. നീ ധൈര്യമായിട്ടിരിക്കും മൈഥിലി. ഇനി എന്തായാലും താമസം ഒന്നും വരില്ല. ഗണപതി കല്യാണം പോലെ ഇത്. മൈഥിലി, മൈഥിലി, പുറകെ വന്നിട്ടുണ്ട് മാരണം. മദറിൻലോ.
എന്താ അമ്മേ? നീ ആരോടെ ഇപ്പൊ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നത്? എനിക്ക് എന്താ ആരോട് ഫോണിൽ സംസാരിച്ചൂടെ? ഇത് എന്തൊരു കഷ്ടമാ. മനുഷ്യർക്ക് അവരവരുടേതായ സ്വാതന്ത്ര്യമൊന്നുമില്ലേ? സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ അത് ദുരുപയോഗം ചെയ്യരുത്. ഞാൻ എന്ത് ദുരുപയോഗം നടത്തി? അതാ പ്രശ്നം. ഒരുമാതിരി ഉടായ്പൊക്കെ എനിക്ക് മനസ്സിലാവും. അതാ എന്റെയും പ്രശ്നം. ഇങ്ങനെ സംശയിക്കുന്നവരുടെ കൂടെ ജീവിക്കാനേ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ ഇത് കാർത്തിക്കിനോട് തുറന്നു പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോവാ. മടുത്തു എനിക്ക്. നീ പൂങ്കണ്ണീര് തൂകാനും മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരമ്മായിയമ്മയുടെ മേലെങ്കിൽ ഞാൻ ഇതേവരെ എടുത്ത് അണിഞ്ഞിട്ടുമില്ല. ഞാനത് അണിഞ്ഞാലാണ് പ്രശ്നം. അതിനുള്ള അവസരം നീയായിട്ടുണ്ടാക്കരുത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ. മൈഥിലിയുമായിട്ട് ഉടനെ നാട് വിടണം. ഈ കാർത്തിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഈ കുട്ടി ഇതെവിടെ പോയിരിക്കുക? ആകെ അസ്വസ്ഥമായല്ലോ മനസ്സ്. ഒരു വിവരവുമില്ലല്ലോ രാജലക്ഷ്മി. എന്ത് വിവരം? അല്ല, നന്ദിനിയെയും മീനാക്ഷി കൊച്ചിനെയും കാർത്തിക് കണ്ടെത്തിയൊന്നും അറിയില്ലല്ലോ. കണ്ടെത്തിയാലും കണ്ടെത്തിയില്ലെങ്കിലും എനിക്കൊരു വിഷമവും ഇല്ല. അതെന്റെ വിഷയമല്ല. അത് നിന്റെ വിഷയമെല്ലാം നീ പറയും, പക്ഷേ അത് നിന്റെ വിഷയം തന്നെയാ. മനസ്സ് കലങ്ങുന്ന തീരുമാനങ്ങൾ നീ എടുക്കും, പിന്നെ ആരും അറിയാതെ നീ ഇരുന്ന് കരയും. എന്റെ പ്രാണന്റെ പകുതിയായവളെ എനിക്കറിയില്ലേ. പിണങ്ങരുതെന്ന് പ്രതിജ്ഞ എടുത്ത് തുടങ്ങിയ ജീവിതമാണെങ്കിലും ഇടങ്ങിയും പിണങ്ങിയും എത്ര കാലമായി ജീവിക്കുന്നു. നിന്റെ വികാര വിചാരങ്ങളും നിന്റെ മനോവ്യാപാരങ്ങളും എനിക്ക് മനഃപാഠമാണ്. നിന്റെ മനസ്സിപ്പോ കാലവർഷത്തിലെ കലങ്ങിമറിയുന്ന പുഴ പോലാണെന്ന് എനിക്കറിയാം. അത് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ അവളെ സ്നേഹിച്ച പോലെ ആരും അവളെ സ്നേഹിച്ചു കാണില്ല. ഞാൻ അരുതെന്ന് പറഞ്ഞതൊക്കെ അവള് ചെയ്തു. ഞാൻ തെറ്റെന്ന് പറഞ്ഞതൊക്കെ അവളുടെ ശരികളായിരുന്നു. പിന്നെ പിന്നെ നുണകളെ മാത്രം പറഞ്ഞുകൊണ്ട് അവളെന്നെ വെല്ലുവിളിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്റെ ശത്രുക്കളെ അവളെ മിത്രങ്ങളാക്കിയപ്പോ എനിക്ക് സഹിക്കാനാവോ? മകനെ മനസ്സിൽ നിന്ന് പടികടത്തി വിട്ട് നീറി നീറി ജീവിക്കുന്ന ഒരു അമ്മയാ ഞാൻ. മകളായി കരുതിയവളെയും പടിയിറക്കി വിട്ടു. ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി ഈശ്വരൻ എനിക്ക് തരും. വാക്കുകൾ കൊണ്ട് യുദ്ധം ജയിച്ചു നിൽക്കാനൊക്കെ നിനക്ക് പറ്റും, പക്ഷേ നിന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നന്ദിനെ നിനക്ക് മറക്കാൻ പറ്റുമോ? നിന്നോട് ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ കുഞ്ഞുമകളെ നിനക്കിനി മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? എനിക്ക് എനിക്ക് കൈമളേട്ടാ, എനിക്ക് രാജലക്ഷ്മി, രാജലക്ഷ്മി, എനിക്ക് കൈമളേട്ടാ, രാജലക്ഷ്മി, എനിക്ക് രാജലക്ഷ്മി, എനിക്ക് അയ്യോ രാജലക്ഷ്മി, കൈമളേട്ടാ, നിനക്കൊന്നുമില്ല. കൈമളേട്ടാ, സാവിത്രി,
മാലതി, നിനക്കൊന്നുമില്ല. കൈമളേട്ടാ, ആരുമില്ല ഇവിടെ. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഒന്ന് വേഗം വാ. കൈമളേട്ടാ. നിനക്കൊന്നുമില്ല. എന്താ എന്താ അച്ഛാ? എന്താ അച്ഛാ? അയ്യോ അമ്മേ, അമ്മേ എന്താ പറ്റിയേ? എന്താ പറ്റിയേ? അമ്മേ, അച്ഛാ, നമുക്ക് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സത്യശീല, വേഗം വണ്ടി എടുക്ക്. സത്യശീല, വണ്ടി ഇറക്ക്. പതുക്കെ, പതുക്കെ. അമ്മേ, മാല മാല പിടിക്ക്. മോനെ, എന്താ കുഞ്ഞമ്മായി, ഇവിടെ ആരുമില്ലേ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എവിടെ? മോനെ കാർത്തികേ, മുത്തശ്ശി ഒന്ന് കുഴഞ്ഞു വീണു. ഏ, എന്നിട്ട്? മുത്തശ്ശൻ കൂടെ നിൽക്കുമ്പോഴാ അതുണ്ടായത്. അതുകൊണ്ട് അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. വിവരമൊന്നും ഇതുവരെ അറിഞ്ഞില്ല. മുത്തശ്ശനും സാവിത്രിച്ചും കൂടെ ഉണ്ട്. ജഗദീഷ് ചേട്ടനെ വിവരം അറിയിച്ചിട്ടുണ്ട്. മോനെ, കണ്ട ഉടനെ വിളിച്ച് പറയണേ മോനെ. പറയാം. ആ, ഡോക്ടറെ, എന്റെ അമ്മയാ. അമ്മയ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ആ. ഏതായാലും ഇഞ്ചക്ഷനും മരുന്നും കുറിച്ചിട്ടുണ്ട്. അത് കഴിയട്ടെ. ശരി, താങ്ക് യു. സാവിത്രി, എന്താ? സാവിത്രി, അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? അമ്മ ഇപ്പൊ ഇരിക്കുകയല്ല, കിടക്കുക. അമ്മയുടെ വിശേഷങ്ങൾ അറിയാനാണോ ഇങ്ങനെ പരക്കം പാഞ്ഞ് ഓടിയെത്തിയത്? അമ്മയെ ഞാനൊന്ന് കണ്ടോട്ടെ സാവിത്രി. അമ്മയുള്ള പരിസരത്ത് പോലും നിങ്ങൾ വന്നേക്കരുത്. നിങ്ങൾ കാരണമാ എന്റെ അമ്മ ഹോസ്പിറ്റലായത്. സാവിത്രി, മിണ്ടരുത് നിങ്ങള്. ആശുപത്രിയിൽ വന്നിട്ടേ ആവശ്യമില്ലാതെ ഷോ കാണിച്ചാലേ അടിച്ച് ഞാൻ പുറത്താക്കും. അമ്മയുടെ മനസ്സ് തകർത്ത് കളഞ്ഞിട്ട് അവള് വന്നിരിക്കുന്നു. സ്വന്തം മക്കളെക്കാൾ അമ്മ സ്നേഹിച്ചതേ നിന്നെയാ. പരിശുദ്ധയായ നന്ദിനി എന്ന പരിവേഷം കിട്ടാൻ വേണ്ടി നിങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച നാടകം കണ്ട് അമ്മ മയങ്ങിപ്പോയി. ഒടുവിലല്ലേ നിങ്ങളുടെ തനി സ്വഭാവം അമ്മ മനസ്സിലാക്കിയത്. നിങ്ങളെ ഇത്രയും സ്നേഹിച്ച അമ്മയോട് ഇത്രയും ക്രൂരത നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി? സാവിത്രി, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വേഗം പോയിക്കോളാം. സമ്മതിക്കില്ല ഞാൻ. ഇത്രയും നാള് ചതിച്ചതുപോലെ ഇനി എന്റെ അമ്മയെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ കണ്ണീര് കണ്ട് നൊന്തു പെറ്റ മൂത്ത മകനെ ഇരിക്കപ്പെണ്ണം വെച്ചിട്ട് നിങ്ങളെ ദത്തെടുത്തവളാ എന്റെ അമ്മ. മറ്റു മക്കളായ ഞങ്ങൾ ആരും നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതിരിക്കാനാ അമ്മ നിന്നെ ദത്തെടുത്തത്. ആ അമ്മയാ നീ ഇപ്പൊ ആശുപത്രിയിലാക്കിയിരിക്കുന്നത്. നീ അമ്മയെ തോൽപ്പിക്കാൻ നടക്കുന്നു. അതിന് നീ കണ്ട ആയുധം അമ്മ ജീവിതത്തിൽ ഏറ്റവും അധികം വെറുക്കുന്ന ആ മാധുരിയുടെ മകളെ. നീ ചവിട്ടി നിൽക്കുന്ന സ്ഥലം പോലും നശിച്ച് ദ്രവിച്ചു പോകും. സാവിത്രി, ദൈവത്താൽ ശപിക്കപ്പെട്ടവളാ നീ. നീ
ജീവിതത്തിൽ രക്ഷപ്പെടില്ല. പോയിക്കോ. എന്റെ അമ്മയെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. പോ കൺമുന്നീന്ന്, നശിച്ചവള്. ഞാനൊന്നും ചെയ്തിട്ടില്ല സർ. ഞാനൊന്നും ചെയ്തിട്ടില്ല. നിലവിളിക്കണ നായെ, നിലവിളിച്ച അടിയുടെ എണ്ണം കൂടും. അമ്മേ, നിനക്ക് 3 നേരവും ചുരൽ കഷായം തരാനാ സൂപ്രണ്ടിന്റെ ഓർഡർ. ഞാനൊന്നും ചെയ്തിട്ടില്ല. തുടങ്ങി കിടക്കണം. ഏറ്റെടുത്ത ജോലിയിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. കരയിലടാ കൊച്ചു പിള്ളാരെ പോലെ. ഇത് ഞങ്ങളുടെ വക സമ്മാനമൊന്നുമല്ല, ഇത് ഐഡിയുടെ ഉത്തരവാ. നിനക്കിങ്ങനെ അടിമുടി അടി തരാനാ അദ്ദേഹത്തിന്റെ നിർദ്ദേശം. സബോർഡിനേറ്റ്സിന് ഓർഡർ പാലിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് നിനക്കിങ്ങനെ ദിനംപ്രതി സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി. അമ്മേ, കണ്ടോ, കാർത്തിക് വന്നപ്പം അമ്മ കണ്ണു തുറന്നു. മുത്തശ്ശി, ഇപ്പോ എങ്ങനെയുണ്ട് മുത്തശ്ശി? കുറവുണ്ട് മോനെ. ആഹാ, എഴുന്നേറ്റോ? ക്ഷീണമൊക്കെ മാറിയോ രാജലക്ഷ്മി അമ്മേ? കുറവുണ്ട് ഡോക്ടർ. സാറെപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ ഡോക്ടർ. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? ഒരു പ്രശ്നമില്ല. ECGയില് വേരിയേഷൻ ഇല്ല. BP നോർമലാണ്. ബ്ലഡ് ഷുഗറും നോർമലാ. ചെറിയൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടായിട്ടുണ്ടാവാം. അത് ഏതോ ഒരു ടെൻഷനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാവാം. അമ്മയ്ക്ക് ചെറിയൊരു മാനസിക പിരിമുറുക്കം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാ കാര്യം. അതുകൊണ്ട് ഞാൻ ഡിസ്ചാർജ് എഴുതുകയാണ്. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. ഞാനേ മനസ്സ് റിലാക്സ്ഡ് ആവാൻ വേണ്ടി ചെറിയൊരു ടാബ്ലറ്റ് മാത്രമേ കുറിക്കുന്നുള്ളൂ. അത് രാത്രിയിലേക്കുള്ളതാ. മുമ്പ് കഴിച്ചിരുന്ന മരുന്നുകളൊക്കെ അതേ സമയത്ത് തന്നെ കഴിക്കുക. അതിനൊന്നിനും ഒരു മാറ്റമില്ല. ശരി, ഇപ്പൊ തന്നെ പോവാലോ? പിന്നെന്താ. ഓക്കെ. കണ്ടോ, ഒന്നുമില്ലാന്ന്.
മനസ്സിന്റെ പിരിമുറുക്കം കൊണ്ടുണ്ടായതാ. മറ്റൊന്നും ഓർക്കാതെ റെസ്റ്റ് എടുക്കൂ, മാറിക്കോളൂ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അമ്മേ? ഇപ്പൊ ഒന്നും വേണ്ട. മരുന്ന് കൊടുക്കേണ്ട സമയമായോ ചേച്ചി? ഇല്ല, ഇനി ആഹാരത്തിന് ശേഷമേ ഉള്ളൂ. ബാലു, ഇതാ അമ്മയുടെ മരുന്ന്.